ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഫോണ്ടൻ റിബൺസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ റോസ് എടുത്തിട്ടുണ്ട്. റോസ് വെട്ടി നമുക്കിതിനകത്തേക്ക് ഫിക്സ് ചെയ്യാം. ഹായ്, ഞാൻ പ്രിയ കൊളശ്ശേരി. മറ്റൊരു വാലന്റൈൻസ് ഡേ വരികയാണ്, അതായത് ഫെബ്രുവരി 14 അടുത്ത വാലന്റൈൻസ് ഡേ ആണ്. നോർമലി ഈ വാലന്റൈൻസ് ഡേ റിക്വയർമെൻ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും പണ്ടൊക്കെ ചോദിക്കുന്ന ഹാർട്ട് ഷേപ്ഡ് കേക്ക്, ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള ഈറ്റബിൾ ഐറ്റംസ് അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെയും റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രസൻറ്റ് നമ്മുടെ പങ്കാളിക്ക് കൊടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള റിക്വയർമെൻറ്റ് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാനിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വേസ്, ഫ്ലവർ വേസ് ആണ്. ഫ്ലവർ വേസിൻ്റെ വേസ് എന്ന് പറയുമ്പോൾ നമുക്ക് എഡിബിൾ ആയിരിക്കണം. എന്നിട്ട് നമുക്ക് നല്ല റെഡ് റോസൊക്കെ വെച്ചിട്ട് ഒന്ന് അലങ്കരിച്ച് നല്ല ഭംഗിയായിട്ട് എടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ. മൈദ ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് കൊക്കോ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പാലെടുത്തിട്ടുണ്ട്, ഏകദേശം 1/4 കപ്പോളം വരും, 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ, 3 മുട്ട. ഇത് ബട്ടറാണ്. ബട്ടർ ഞാൻ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടി എടുത്തേക്കുന്നതാണ്. ഐസിങ് ഷുഗർ ഉണ്ട്, അത് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. 1/2 കപ്പ് ഷുഗർ. ക്രീം ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ക്രീം ചീസ് ഈ ബട്ടറിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏകദേശം ഒരു 1/2 കപ്പോളം ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഫ്ലവർ വേസിൻ്റെ വേസ് അത് എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് ഞാനൊന്ന് മെൽറ്റ് ചെയ്യാം. അത് മൈക്രോവേവിലാണ് ചെയ്യുന്നത്. മൈക്രോവേവ് ഇല്ലാത്തവർക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ വെള്ളം ചൂടാക്കി അതിൻ്റെ മുകളിൽ ഇത് ഇറക്കി വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഫ്ലവർ വേസിൻ്റെ ആ ബേസ് ഉണ്ടാക്കാനായിട്ട് സാധാരണ സിലിക്കൺ മോൾഡൊക്കെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. എൻ്റെ കയ്യിൽ അതൊന്നുമില്ല. ഞാൻ വെറും ഒരു പ്ലാസ്റ്റിക് കപ്പാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിനെ നമുക്കൊന്ന് വെട്ടണം. ഒരു ചെറിയ വെട്ടൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സെലോ ടേപ്പ് വെച്ച് ഒട്ടിക്കണം. ഇതിനകത്തേക്കാണ് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തൊഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിനെ ഫ്രീസറിനകത്തേക്ക് വെക്കാം. ഫ്രീസർ എവിടെയാണോ ആ ഭാഗത്താണ് വയ്ക്കാനുള്ളത്, ഫ്രിഡ്ജിലല്ല വയ്ക്കുന്നത്. അത് സാധാരണ റെഫ്രിജറേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഫ്രീസ് ചെയ്ത് തന്നെ നമുക്ക് കിട്ടണം. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്നെടുത്ത്, അതായത് ഫ്രീസറിൽ നിന്നെടുത്ത് നമ്മുടെ ഗ്ലാസ് അതിൽ നിന്ന് കണ്ട വളരെ എളുപ്പത്തിൽ നമുക്ക് സെലോ ടേപ്പ് മാറ്റാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഗ്ലാസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുക. എന്നിട്ട് നമുക്ക് ചോക്ലേറ്റ് കേക്കിലേക്ക് പോകാം. ആദ്യം നമുക്ക് 3 മുട്ട അതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി മുട്ടയിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസ്, അതായത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. മൈദയും കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും കൂടി ചേർന്ന് മിക്സ് ചെയ്ത് നമുക്ക് അതിനെ അരിച്ചെടുക്കാം. എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ പാലൂടെ ചേർക്കാം. ഇനി നമുക്കതിനെ ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഐസിങ് തയ്യാറാക്കാം. ബട്ടർ 100 ഗ്രാം ബട്ടർ നമുക്ക് ചേർക്കാം. ഇതിലേക്ക് കുറേശ്ശെ നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഐസിങ് ഷുഗറാണ്. അങ്ങനെ നമ്മുടെ ഐസിങ് ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ് ഞാനൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. കേക്ക് വെട്ടാനുള്ള സാധനങ്ങളും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഐസിങ് കയ്യിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു ജെല്ലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, റാസ്ബെറി ജെല്ലി. ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തു. അതിനെ ഈ ഗ്ലാസ്സിലോട്ടിട്ടു. അതിനകത്തേക്ക് നമ്മുടെ ഫ്രോസ്റ്റിങ് കുറച്ചിട്ട് കൊടുത്തു. ഈ ജെല്ലി നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി കുറച്ചുകൂടെ വലുതായിട്ട്, ഫുള്ളിത് വേണ്ട, കുറച്ച് മാത്രമായിട്ട് എടുക്കാം.
ഇനി ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ്, നമ്മുടെ ജെല്ലി, ചോക്ലേറ്റ് കേക്ക് എല്ലാം റെഡിയായി. ഇനി നമുക്കിതിനെ കുറച്ച് നേരത്തേക്കൊന്ന് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഗ്ലാസ് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്ലാസ്, അതായത് നമ്മുടെ ഫ്ലവർ വേസ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഫോണ്ടൻ റിബൺസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഫോണ്ടൻ ഹാർട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്തേക്ക് ഒട്ടിക്കാം. അങ്ങനെ ഞാൻ റോസ് എടുത്തിട്ടുണ്ട്. റോസ് വെട്ടി നമുക്കിതിനകത്തേക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എഡിബിൾ ഫ്ലവർ വേസ് വിത്ത് ഫുൾ ഓഫ് റോസസ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഭംഗി ആണോ അല്ലേ എന്നുള്ള കാര്യം നിങ്ങളാണ് പറയേണ്ടത്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ ഗ്യാരണ്ടി തരുന്നു. ചോക്ലേറ്റ് കേക്ക്, അത് മാത്രമല്ല അതിനകത്ത് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചോക്ലേറ്റ് കേക്കിൻ്റെ ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ ആ ജെല്ലി അതും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാണാനും നല്ലതാക്കെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ അവർക്ക് നല്ലൊരു ഡെസേർട്ടായിട്ട് കഴിക്കാനായിട്ടും പറ്റും.